പ്ലീസ് ഹെൽപ്പ് പലസ്തീൻ പലസ്തീന്റെ കാര്യത്തിൽ നമ്മൾ നമ്മൾ ഇങ്ങനെ അറിയിച്ച് ചെയ്യണമെന്നില്ലല്ലോ. നമ്മളെ അതിന് കണക്കായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെന്ന് വെച്ചാൽ ഇവിടെ വരുന്ന അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന ആൾക്കാരിൽ പലരും പല പക്ഷത്തിലാണ്. മനസ്സിലായി, ചില ആൾ ഇസ്രായേലിന്റെ പക്കത്താണ്, ചില ആൾ പലസ്തീന്റെ പക്കത്താണ്. അപ്പൊ നമ്മൾ പബ്ലിക്കലി ഇതൊന്നും സംസാരിക്കാണ്ടിരിക്കുന്നത് നല്ലത്. മനസ്സിലായി, എന്നെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ എന്റെ അത്രയും ക്ലോസ് ആയിട്ടുള്ള പല ആൾക്കാരും പലസ്തീനെ ഇസ്രായേലിനെ സപ്പോർട്ടാണ്. അതൊന്നും വിചാരിച്ചിട്ട് എനിക്ക് അവരെ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. മനസ്സിലായി, അവരെ ഉറപ്പിക്കാനും പറ്റൂല. അപ്പൊ അതെ, അത് എന്റെ ഉള്ളിൽ ഇരുന്നോളൂ. ഞാൻ അതിനുള്ള കാര്യങ്ങൾ എന്റെ രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട്. രാഷ്ട്രീയം പുറത്തല്ല, ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. നമുക്ക് എന്തൊക്കെയുണ്ട്, നമുക്ക് വി ഹാവ് ഡ്രസ് ടു വെയർ, നമുക്ക് സ്കൂളുണ്ട്, പഠിക്കാൻ സ്കൂളുണ്ട്, താമസിക്കാൻ വി ഹാവ് ഹൗസ്, ലൈക്ക് അങ്ങനെ നമുക്ക് പല കാര്യങ്ങളുണ്ട്. അപ്പം നമുക്ക് എന്താ ഉള്ളത് അതിനെപ്പറ്റി നമ്മൾ എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. നമ്മൾ പടച്ചവനോട് എപ്പോഴും നമ്മൾ നന്ദി ഉണ്ടായിരിക്കണം. നമുക്കെപ്പോഴും നമ്മൾ മറ്റുള്ളവരെന്ത് വിചാരിക്കും, മറ്റുള്ളവർ നമ്മളെങ്ങനെ കാണുമെന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. അത് നമുക്ക് ഹാപ്പിനെസ്. അതെ, അതാണ് എനിക്ക് തൊപ്പിനോടും പറയാനുള്ളത്. നമ്മുടെ ഇന്നത്തെ തലമുറയിൽ ഏറെ പേരും ഇഷ്ടപ്പെടുന്ന ഒരു ഇൻഫ്ലുവൻസറാണ് തൊപ്പി. പക്ഷെ തൊപ്പി പറയുന്ന കേട്ടപ്പോഴാണ് കേട്ടോ എനിക്ക് ഈ റീലെല്ലാം കൂടി ഒരുമിച്ച് കൂട്ടി ഒരു റീൽ ചെയ്യണമെന്ന് തോന്നിയത്. കാരണം ഇത് കണ്ടോ, ഈ 14 സെപ്റ്റംബർ 14 ഈ ഒരു താമസിക്കുന്ന ഈ ഒരു ഫ്ലാറ്റിൽ നിന്ന് മിനിറ്റുകൾക്കുള്ളിൽ ഒഴിവായിക്കോണം, ഞങ്ങളിപ്പോൾ അവിടെ ബോംബിടും എന്നുള്ള ഒരു അറിവിൽ അവരവിടെ നിന്ന് കൈ കിട്ടിയതൊക്കെ പെറുക്കി ഓടുന്ന ഒരവസ്ഥയാണ്. ഇത് കണ്ടോ, സ്വന്തം ഒരു സഹോദരനെ തോളത്ത് ചുമറ്റി അത് കബറടക്കാൻ കൊണ്ടുപോകുന്ന ഒരു പിഞ്ചു ബാലൻ. അപ്പോൾ ഇനി കാണാൻ പോകുന്നത് അതിലും ഭീകരമാണ്, ഈ മാൽന്യൂട്രീഷൻ ആയിട്ടുള്ളൊരു കുഞ്ഞു ബേബി. അപ്പോൾ ഇതൊക്കെയാണ് ഗസയിലെ അവസ്ഥ. അത് അപ്പാർട്ട് ഫ്രം ദാറ്റ് നമുക്കിന്ന് അൽഹംദുലില്ലാ എല്ലാം നമ്മൾ നല്ല അവസ്ഥയിലാണ്, നമുക്ക് അള്ളാഹു എല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാ തൊപ്പി പറഞ്ഞത് ശരിയാ, ഇസ്രായേൽ അനുകൂലികളെ നമുക്ക് പിണക്കേണ്ട ആവശ്യമില്ല അല്ലേ. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. സൂറത്തുൽ ബുറൂജ്, മുസ്ലിം വിശ്വാസികളായിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, ഖുർആനിൽ സൂറത്തുൽ ബുറൂജിൽ നമ്മുടെ ഫലസ്തീനികൾ ഇന്ന് അനുഭവിക്കുന്ന വിഷമതകളും ബുദ്ധിമുട്ടുകളും മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഖുർആനിൽ പറഞ്ഞ പല കാര്യങ്ങളും ഇനി സത്യമായിക്കൊണ്ടിരിക്കുന്നതാണ്. ഒരു കാലം വരും, അന്ന് കൊല്ലുന്നവൻ അറിയില്ല എന്തിനാ കൊല്ലുന്നതെന്നും കൊല്ലപ്പെടുന്നവൻ അറിയില്ല താൻ എന്തിനു വേണ്ടിയാണ് കൊല്ലപ്പെടുന്നതെന്നും എന്നുള്ളൊരു കാലം വരുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാലം ഇന്ന് പാകതായിക്കണം. അതേപോലെ പല കാര്യങ്ങളും ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, സത്യമായിക്കൊണ്ട് ഹലാലാണോ ഹറാമാണോ എന്ന് നോക്കാതെ പൈസ സമ്പാദിക്കുന്ന ഒരു കാലം വരും, അതും ഇന്ന് നടന്നുകൊണ്ടിരിക്കും. സോ ഇതെല്ലാം മനസ്സിലാക്കി വെച്ചുകൊണ്ടും ഇങ്ങനെയുള്ള രീതികളെല്ലാം നമ്മൾ പ്രതികരിക്കേണ്ടത്. നമുക്ക് ഇവിടെ വെച്ച് ചെയ്യാൻ പറ്റുക, ഗസയ്ക്ക് വേണ്ടി ചെയ്യാൻ പറ്റുക എന്നുള്ളത് അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, അവർക്ക് വേണ്ട സംഭാവനകൾ കൊടുക്കുക, അവർക്ക് വേണ്ട ഐക്യദാർഢ്യം കാണിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഇതേപോലെയുള്ള സംസാരങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊരു തലമുറയെ കൂടി തെറ്റിലേക്ക് നയിക്കുന്നതാണ്. സത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ അവർക്ക് കഴിയില്ല.